പരമ്പരാഗത കൈത്തറിയുടെ ഈറ്റില്ലമാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ബാലരാമപുരം കൈത്തറി. ഒരു ജനതയുടെ സംസ്കാരത്തിന്റെയും അധ്വാനത്തിന്റെയും ഇഴയെടുപ്പം കൂടിയാണ് ഈ കൈത്തറി. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വളരെ പ്രശസ്തമാണ്. ഓരോ നൂലിനും വർണ്ണങ്ങൾ ചാലിച്ച് പാവിൽ കൈകളാൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ്. നൂറ്റാണ്ടുകളുടെ വസ്ത്ര പാരമ്പര്യത്തിന്റെ കഥ പറയാനുണ്ട് ബാലരാമപുരത്തിന്. കാലത്തിനനുസരിച്ച് ലോക നിലവാരത്തിലേക്ക് ഉയർന്ന നെയ്ത്ത് ഗ്രാമങ്ങളിലെ സാധാരണക്കാരന്റെ കഥ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ബാലരാമപുരം. നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗവും. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ബാലരാമപുരത്തിന്റെ വിസ്തൃതി ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഹിസ് ഹൈനസ് മഹാരാജ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ഈ ക്ലസ്റ്ററിന്റെ നെയ്ത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് നെയ്ത്തുകാരുടെ കുടുംബങ്ങളെ കൊണ്ടുവന്ന് ബാലരാമപുരത്ത് പ്രത്യേക തെരുവുകളിൽ താമസിപ്പിച്ചു. പിന്നീട് ഈ നെയ്ത്തുകാർക്ക് ഒരു സംരംഭം തുടങ്ങാനുള്ള പ്രാഥമിക സാമ്പത്തിക സഹായം നൽകിയത് അദ്ദേഹം തന്നെയായിരുന്നു. രാജകുടുംബങ്ങൾക്ക് തുണികൾ നെയ്യുന്നതിനായി തമിഴ്നാട്ടിൽ നിന്ന് 7 നെയ്ത്തു കുടുംബങ്ങളെയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഷാലിയാർ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇവർ താമസമാക്കിയത്. നിലവിലെ താമസക്കാരിൽ പലരും ഈ യഥാർത്ഥ 7 കുടുംബങ്ങളുടെ പിൻഗാമികളുമാണ്. നെയ്ത്ത് തൊഴിലാളികൾക്ക് അവരുടെ സാധനങ്ങളുടെ വിൽപ്പന സുഗമമാക്കുന്നതിനു വേണ്ടി സൗകര്യപ്രദമായ സ്ഥലത്ത് മാർക്കറ്റും തുറന്നു. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വസ്ത്രനിർമ്മാണത്തിലും ഡിസൈനിലുമൊക്കെ മാറ്റം വരുത്തിയപ്പോൾ ബാലരാമപുരം കൈത്തറിയുടെ പ്രശസ്തി കടൽ കടന്ന് അങ്ങ് അന്യനാടുകളിലും എത്തി. ബാലരാമപുരം കൈത്തറിയിൽ നെയ്തെടുക്കുന്ന കൈത്തറി വസ്ത്രങ്ങളുടെ ഗുണമേന്മ തന്നെയാണ് ഏറെ ശ്രദ്ധേയം. പ്രത്യേകം പരുവപ്പെടുത്തിയെടുത്ത ഗുണനിലവാരമേറിയ നൂലുകളാണ് കൈത്തറി നെയ്ത്തിനായി ഇവർ ഉപയോഗിക്കുന്നത്. നൂലിൽ പശ ചേർത്ത് പാക്കളത്തിൽ ഉണക്കി കൈത്തറിയിൽ നെയ്തെടുക്കുന്നതിനാലാണ് മികച്ച ഗുണനിലവാരം ഈ വസ്ത്രങ്ങൾക്ക് ലഭിക്കുന്നത്. കുറഞ്ഞത് 6 ദിവസം ജോലി ചെയ്താൽ മാത്രമേ ഒരു കസവ് സാരി നെയ്തെടുക്കാൻ സാധിക്കൂ. ഒരു മുണ്ട് നെയ്തെടുക്കാൻ 1 ദിവസം മതി. 7 മുതൽ 8 വർഷമെങ്കിലും പ്രയത്നിച്ചാൽ മാത്രമേ മികച്ച ഒരു നെയ്ത്തുകാരനാകാനും കഴിയൂ. ബാലരാമപുരത്ത് ശാലിഗോത്ര തെരുവും സമീപ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് ഏകദേശം 75 വിൽപ്പന കേന്ദ്രങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കസവ് സാരികളുടെ ഒരു വൈവിധ്യം തന്നെയാണ് ഇവിടെ നെയ്തെടുക്കുന്നത്. മയിൽ, പൂവ്, മാങ്ങ, മുന്തിരിക്കുല, ആറന്മുള കണ്ണാടി, ആലില തുടങ്ങി നിരവധി വൈവിധ്യങ്ങളാണ് കസവ് സാരികളിൽ നിറയുന്നത്. ആവശ്യക്കാരുടെ ഇഷ്ടമനുസരിച്ച് ഡിസൈൻ തയ്യാറാക്കി സാരി നെയ്യണമെങ്കിൽ ചെലവും കൂടും. സാരിയിലെ കസവിന്റെ വീതി നോക്കിയാണ് വില നിശ്ചയിക്കുക. കൈകൊണ്ട് കൊരുത്താണ് ഡിസൈൻ ചെയ്യുന്നത്. 7 മുതൽ 8 ദിവസം വരെ സമയമെടുത്താണ് കസവ് സാരിയിൽ ഡിസൈൻ ചെയ്യുക. ചിലതിന് 3 മാസം വരെ വേണ്ടിവരും. 3500 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് കസവ് സാരികളുടെ വില. കസവ് കട്ടയിലെ നൂലാണ് നെയ്യാൻ ഉപയോഗിക്കുന്നത്. 8 കട്ടകൾക്ക് 26,000 രൂപ വരെയാണ് വില. ഓണക്കാലത്തേക്കായി മഞ്ഞക്കോടിയും ഇവർ ചെയ്യുന്നുണ്ട്. 10 മുതൽ 50 രൂപ വരെയാണ് മഞ്ഞക്കോടിയുടെ വില. 25,000 രൂപയുടെ സാരി നെയ്താൽ നെയ്ത്തുകാരന് 6,000 രൂപയാണ് ലഭിക്കുക. ഒരു മുണ്ട് നെയ്ത് 400 രൂപയും. കൈത്തറി മുണ്ടിന് വിപണിയിൽ 1,300 രൂപ വരെ വിലയുണ്ട്. പവർലൂം മുണ്ടിന് 700 രൂപയും. പലപ്പോഴും നെയ്ത്തുകാർക്ക് ലഭിക്കുന്നത് നഷ്ടക്കച്ചവടം മാത്രമാണ്. എങ്കിലും പരമ്പരാഗതമായി കൈമാറി വന്ന കരവിരുതിനെ കൈവിടാതെ അവർ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. പഴയ പ്രതാപകാലം മെല്ലെ വിട്ടകലുമ്പോഴും കൈത്തറി വസ്ത്രങ്ങളെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും ഈ നാട്ടിൽ വസ്ത്രങ്ങൾ വാങ്ങാൻ എത്തിക്കൊണ്ടിരിക്കുന്നു.